40 നാളുപവസിക്കാൻ വിശക്കുന്നവനപ്പം കൊടുക്കാൻ ഈശൈസുതനെ പോൽ ദിനം. ആബബ്രൂഹോ കാദീഷോ ഹാദാളോഹോ ശരീരം യുവജന പ്രസ്ഥാനത്തിന്റെ ആഭിമുഖ്യത്തിൽ നടത്തപ്പെടുന്ന വചന ദീപ്തിയിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും പ്രഭാത വന്ദനം നേരുന്നു. പരിശുദ്ധനായ മത്തായി ശ്ലീഹ എഴുതിയ സുവിശേഷം 6-ാം അധ്യായം 22-ാമത്തെ വാക്യം. കണ്ണാകുന്നു ശരീരത്തിന്റെ വിളക്ക്. ആകയാൽ നിന്റെ കണ്ണ് ചുവന്നതെങ്കിൽ നിന്റെ ശരീരം മുഴുവനും പ്രകാശിതമായിരിക്കും. കണ്ണ് എന്നത് ഓരോ വ്യക്തിയുടെയും ജീവിതത്തെ പ്രകാശിപ്പിക്കുന്ന ഒന്ന് തന്നെയാണ്. കാഴ്ചപ്പാടെന്നതോ മനുഷ്യന്റെ ഹൃദയത്തിൽ വെളിച്ചം കിട്ടുന്നതിനെയാണ് നമ്മൾ കാഴ്ചപ്പാടെന്ന് വിശേഷിപ്പിക്കുക. കാഴ്ചപ്പാടും ചിന്താഗതികളും നന്മയോട് എത്രമാത്രമധികം ചേർന്നിരിക്കുന്നുവോ, ക്രിസ്തുവിന്റെ സ്വഭാവത്തോട് എത്രമാത്രം ചേർന്നിരിക്കുന്നുവോ അത്രമാത്രം അവന്റെ ശരീരം വിശുദ്ധമായിരിക്കും. വിശുദ്ധിയിലേക്ക് ഉയരുവാൻ പരിശ്രമിക്കുന്ന മനുഷ്യൻ അവൻ്റെ കാഴ്ചപ്പാടും ചിന്തയും എന്താകുന്നുവെന്ന് ചിന്തിക്കേണ്ട ദിനങ്ങളാണ് ഈ വലിയ നോമ്പിൻ്റെ ദിനങ്ങൾ. പല പരിശ്രമങ്ങൾ നമ്മൾ നടത്താറുണ്ട്. ചിലർ ഉപവസിക്കുന്നു, ചിലർ നോമ്പെടുക്കുന്നു, പ്രാർത്ഥിക്കുന്നു. എന്നാൽ ഈ ക്രിയകളെല്ലാം നമ്മൾ ചെയ്യുമ്പോൾ സുവിശേഷത്തിൻ്റെ വെളിച്ചം എത്രമാത്രം അധികം എന്നുള്ളതാണ് ഒരു മനുഷ്യൻ്റെ ആത്മീക വളർച്ച എന്നുള്ളത്. കർത്താവചനത്തിൽ നമ്മളെ ഓർമ്മപ്പെടുത്തുന്നത് പോലെ നിന്നിലെ പ്രകാശം അന്ധകാരമെങ്കിൽ അന്ധകാരം എത്രയോ വലുത്. നമ്മൾ ഓരോരുത്തരുടെയും വ്യക്തിഗത ജീവിതത്തിലെ കാഴ്ചകളും ഉൾക്കാഴ്ചകളും വിശുദ്ധമാകുവാൻ തക്കവണ്ണം ഈ വചനത്തിലൂടെ കർത്താവ് പരിശുദ്ധാത്മാവിനാൽ നമ്മളെ നയിക്കട്ടെ. അതിനായി നമുക്കെല്ലാവർക്കും പരിശ്രമിക്കാം. ദൈവമായ കർത്താവ് നമ്മളെല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. കേൾക്കുന്നവനേ, യാചനകൾ നൽകുന്നവനേ, ഞങ്ങളുടെ നമസ്കാരം കേട്ട് യാചനകൾ നൽകിയിടണമേ.